ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സിഞ്ചു ടെക് ഷെയർ. ഇന്ന് ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ലെനോവോ തിങ്വിഷൻ 24i30 മോണിറ്റർ ആണ്. അപ്പോൾ ഇതാണ് ബോക്സ്. ഏകദേശം ഒരു 8 kg വെയിറ്റ് തോന്നുന്നുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് പേപ്പേഴ്സ് കാണാം. മോണിറ്റർ എങ്ങനെയാണ് അസംബിൾ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഈ മാനുവലിൽ പറഞ്ഞിരിക്കുന്നത്. വലിയൊരു മാനുവലാണ്. പിന്നെ ഒരു ബേസ് യൂണിറ്റ് വന്നിട്ടുണ്ട്. മെറ്റൽ ബേസ് യൂണിറ്റ് ആണ്, സ്ട്രോങ് ബേസ് യൂണിറ്റ് ആണ്. പവർ കോഡ്, എനിക്ക് തോന്നുന്നു 1.5 മീറ്റർ USB കേബിള്, ഒരു USB A to B കേബിൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പെഡസ്ട്രിയൻ പോൾ വന്നിട്ടുണ്ട്. ഇനിയാണ് മെയിൻ സ്ക്രീൻ ഉള്ളത്. സ്ക്രീൻ ഇതിൽ നിന്ന് അഴിക്കുന്നതിന് ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ഫസ്റ്റ് പോൾ അസംബിൾ ചെയ്യുക, അതിനുശേഷം പോൾ വെച്ചിട്ട് സ്ക്രീൻ കണക്ട് ചെയ്ത് പിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് പോൾ അസംബിൾ ചെയ്യാം. ഫസ്റ്റ് ബേസ് യൂണിറ്റ് എടുത്തു, പോൾ എടുത്തു, ഫിക്സ് ചെയ്യുക. ഇതിൻ്റെ ബാക്കിലൊരു സ്ക്രൂ ഉണ്ട്, അത് ജസ്റ്റ് ടൈറ്റ് ചെയ്യുക. ഇനി ഈ പീസ് ഇതിലിങ്ങനെ ഫിക്സ് ചെയ്തെടുക്കാനാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ലോക്ക് വീണു, ഇങ്ങനെ പൊക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ലെനോവോ തിങ്വിഷൻ 24i30 മോണിറ്റർ. ഓക്കെ, നമുക്ക് ഇതിന്റെ പോർട്ടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിന്റെ ബാക്കിലായിട്ട് നമുക്കൊരു പവർ ബട്ടണും ഒരു നാവിഗേഷൻ മെനു സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതിന്റെ ഈ സൈഡിലായിട്ട് 2 USB-യും ഒരു ഓഡിയോ ഔട്ട്പിന്നും വരുന്നുണ്ട്. ഇത് മോണിറ്റർ റിമൂവ് ചെയ്യാനായിട്ട് ഇതിന്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. ഇതിന്റെ ബാക്കിൽ തന്നെ നമുക്ക് കാണാം വാൾ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന്റെ സ്ക്രൂ ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പോർട്ടുകൾ നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ കാണാവുന്ന ഒരു കിങ്സ്റ്റൺ ലോക്ക് ഉണ്ട്. പവർ സപ്ലൈ ഇതിന്റെ അകത്ത് തന്നെയാണ്. ഡയറക്റ്റ് AC പവർ കോഡ് ഇവിടെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഒരു DP ഇൻ പോർട്ട് ഉണ്ട്, HDMI ഇൻ ഉണ്ട്, VGA ഇൻ ഉണ്ട്, USB ടൈപ്പ് AB വരുന്നുണ്ട്. പിന്നെ USB ടൈപ്പ് A 2 സ്ലോട്ടുകളുണ്ട്. പിന്നെ ഈ സൈഡിലും 2 സ്ലോട്ടുണ്ട്. മൊത്തം 4 USB A പോർട്ടുകൾ ഇതിനുണ്ട്. ഈ മോണിറ്റർ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ നമുക്ക് ഇതുപോലെ 90 ഡിഗ്രി ടിൽറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പോർട്ട് ലൈറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് പവർ ഓൺ ചെയ്തതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് മോണിറ്റർ ഒന്ന് പവർ ഓൺ ചെയ്യാം. ഓക്കെ, പവർ ഓൺ ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പായിട്ട് എൻ്റെ മോണിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ് നോക്കാം. ലെനോവോയുടെ തിങ്വിഷൻ 24i30 മോണിറ്ററിന്റെ സ്ക്രീൻ സൈസ് വരുന്നത് 23.8 ഇഞ്ചാണ്. ഈ മോണിറ്റർ തരുന്ന മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 250 ആണ്. ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 16:9 ആണ്. ഈ മോണിറ്ററിന്റെ എക്സ്ട്രീം മോഡ് ഫാസ്റ്റസ്റ്റ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് 4 മില്ലി സെക്കൻഡും നോർമൽ മോഡിൽ 6 മില്ലി സെക്കൻഡും ആണ്. ഈ മോണിറ്ററിന്റെ വ്യൂ ആംഗിൾ എന്ന് പറയുന്നത് 178 ഡിഗ്രി ആണ്. ഈ മോണിറ്ററിന്റെ വ്യൂയിങ് ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് -5 ഡിഗ്രി ടു 23.5 ഡിഗ്രി ആംഗിൾ വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഇതുപോലെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കളർ സപ്പോർട്ട് എന്ന് പറയുന്നത് 16.7 മില്യൺ ആണ്. ഈ മോണിറ്ററിന്റെ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 16 ഹെർട്സ് ആണ്. ഈ മോണിറ്ററിന്റെ ഏകദേശം വെയിറ്റ് എന്ന് പറയുന്നത് 5.5 kg ആണ്. പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് 14 വാട്ട്സ് മുതൽ 51 വാട്ട്സ് വരെയാണ്. ഈ മോണിറ്ററിന് ലെനോവോ 3 ഇയർ ലിമിറ്റഡ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 600 ദിർഹമാണ് ഇവിടെ വരുന്നത്. നാട്ടിൽ ഏകദേശം 13,000 രൂപ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മോണിറ്ററെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.